വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. മോനെ വന്നേ, നിന്നെയല്ലേ വിളിച്ചത്, വന്നേ. അമ്മേ പ്ലീസ്, ഞാനൊരു ഇമ്പോർട്ടന്റ് മാച്ചിലാണ്. നീ എന്താന്ന് വെച്ചാ ചെയ്യ. എന്റെ ദൈവമേ, ഇവളോട് സംസാരിക്കണമെങ്കിൽ മൊബൈലിനെ തോപ്പിക്കണം. അവൾ എപ്പോഴും മൊബൈലിൽ തന്നെയാണോ? അജു, നിന്നെ എത്ര തവണ വിളിച്ചു? നീ എത്ര സമയം ഫോണില്? ഈ വീട് ഇടിഞ്ഞു വീണാ പോലും നീ അറിയില്ലല്ലോ. എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ, ഞാൻ മാത്രമാണോ? മോനെ, ഉപയോഗിക്കുന്നത് തെറ്റല്ല, ആവശ്യത്തിന് ഉപയോഗിക്കണം. പക്ഷെ അതിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾക്കൊന്നും എന്നെ മനസ്സിലാവില്ല. സീൻ 2, അജുവിന്റെ സ്കൂൾ. Good morning, ma'am. Good morning, students. Take your numbers. 1, 2, 3, 4, 5, 6, 7, 8. എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തായിരുന്നോ? 3 പേരും കൂടി ചെയ്യാനുണ്ടായിരുന്നല്ലോ. റാണി, മീന, അജു. യെസ്റ്റർഡേസ് അസൈൻമെന്റ്. അജു, where is your assignment? എന്തേ നീ കൊണ്ടുവരാത്തെ? നീ മുമ്പ് ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയേ? മിസ്സേ, ഇന്റർവെല്ലിലും ലഞ്ച് ബ്രേക്കിലും അജു ഇരുന്ന് ഉറങ്ങുക. എന്താ അജു, സ്കൂളിൽ വന്നിരുന്ന് ഉറങ്ങാൻ? നീ രാത്രിയിൽ ഉറങ്ങുന്നൊന്നുമില്ലേ? മിസ്സേ, രാത്രി അവൻ ഫുൾ ടൈം മൊബൈലിലാണ്. ആണോ അജു? റാണി പറഞ്ഞത് ശരിയാണോ? നിനക്ക് എപ്പോഴും എവിടുന്ന ഈ മൊബൈൽ കിട്ടുന്നേ? മൊബൈൽ അധികം ഉപയോഗിക്കുന്നത് നല്ലതാണോ? എന്താ അജു, എന്താ നിനക്കൊരു മൂഡ് ഓഫ്? ഒന്നും പറയണ്ട. വീട്ടിൽ പ്രശ്നം, സ്കൂളിൽ പ്രഷർ, മൈൻഡ് ഫുൾ സ്ട്രെസ്. എനിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. ഞാൻ ഫോൺ എടുത്താൽ എൻ്റെ അച്ഛനും അമ്മയും അപ്പം തുടങ്ങും. ഞാൻ മാത്രമാണോ ഈ ലോകത്ത് ഫോൺ എടുക്കുന്നത്? അജു, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അച്ഛനും അമ്മയും വഴക്ക് പറയുന്നത്? എനിക്കാണെങ്കിൽ ഫോൺ കാണാനും എടുക്കാണ്ടിരിക്കാനും പറ്റണില്ല. ഈ സമയം നമുക്ക് പഠിക്കാനുള്ളതാ. എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. സീൻ 3, അജുവിന്റെ ടീച്ചറും മാതാപിതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വരൂ വരൂ. അജുവിന്റെ അച്ഛനും അമ്മയും അല്ലേ? അജുവിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്താ മാം നിങ്ങളെ വിളിപ്പിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അജു നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അവൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ വർക്കുകളൊന്നും ചെയ്തുകൊണ്ട് വരുന്നില്ല. ഇന്ന് അവനോട് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കൂട്ടുകാർ പറയുന്നത് സ്കൂളിൽ ഇരുന്ന് അവൻ ഉറക്കമാണെന്ന്, അതുപോലെ രാത്രിയിൽ മൊബൈൽ കാണുവാണെന്ന്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ? രാത്രി കുട്ടികൾക്ക് ഫോൺ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ശീലമാണോ? അവനോട് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാറുണ്ടോ? ഞങ്ങൾ ജോലിത്തിരക്കിലായതുകൊണ്ട് കുട്ടിക്ക് കൂടുതൽ സമയം മൊബൈൽ കൊടുത്തിരുന്നു. ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലും അവന് ഭയങ്കര ദേഷ്യമാണ്. കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സമയവും സ്നേഹവും അത്യാവശ്യമാണ്. മൊബൈലിനേക്കാൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം കുട്ടികളുടെ മനസ്സിനെ സന്തോഷകരമാക്കും. ഞാനൊരു കൗൺസിലിംഗ് അവന് നൽകട്ടെ? മിസ്സേ, എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ ഓക്കെ ആക്കി തരണം. പ്ലീസ് മിസ്സേ, പ്ലീസ്. പേടിക്കണ്ട, നമുക്ക് അവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം. അവൾ മിടുക്കിയാവും, എനിക്ക് ഉറപ്പാണത്. ഓക്കെ, താങ്ക് യു മിസ്സേ, താങ്ക് യു. സീൻ 4, കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുന്നു. സീൻ 5, കൗൺസിലിംഗ് കഴിഞ്ഞ കുട്ടി സന്തോഷത്തോടെ പുറത്തേക്ക് വരുന്നു. മിസ്സേ, സോറി. ഞാൻ ഇനി ഒരിക്കലും മൊബൈൽ ഉപയോഗിക്കില്ല. മോളെ, മൊബൈൽ ഉപയോഗിക്കേണ്ട എന്നല്ല പറഞ്ഞത്, ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. അമിതമാകുമ്പോഴാണ് നമുക്ക് ദോഷം വരുന്നത്. അജുവിന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ മിസ്, ഇനി ഞാൻ നന്നായി പഠിച്ചോളാം. മിസ്സേ, ഞങ്ങളും കുട്ടിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാം. ഓക്കെ മിസ്സേ, അവളുടെ പഠന കാര്യത്തിൽ കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളാം. ഓക്കെ. പ്രിയ കുഞ്ഞുങ്ങളെ, സാങ്കേതിക വിദ്യ നമ്മുടെ സഹായത്തിനായിരിക്കണം. ഒരിക്കലും നമ്മൾ അതിന്റെ അടിമകളാകരുത്. ജീവിതത്തെ നിയന്ത്രിക്കാൻ മൊബൈലുകളെ അനുവദിക്കരുത്. നമ്മുടെ കുടുംബം നമ്മുടെ ഉത്തരവാദിത്തമാണ്.